കേരളത്തിന്റെ സ്വന്തം കൃഷിരീതി മരുഭൂമിയിലും പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് ഹാബിറ്റാറ്റ് സ്കൂൾ. അജ്മാനിലെ ഹാബിറ്റാറ്റ് സ്കൂൾ 3-ാം വർഷവും കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷമായി യഥാക്രമം 700-ഉം 1300-ഉം കിലോ പച്ചക്കറികൾ വിളവെടുത്ത ഇവിടെ ഈ വർഷം മൊത്തം 1500 കിലോ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾ തന്നെ നട്ട ചോളവും പടവലവും പാവലും പീച്ചിലും കുട്ടികൾ തന്നെ കൊയ്തെടുത്തു. ഇതിന്റെ ഭാഗമായി കൊയ്ത്തു നൃത്തവും കുട്ടികൾ അവതരിപ്പിച്ചു. സ്കൂളിലെ 2 ഫാമിംഗ് ടീച്ചർമാർക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള കാർഷിക പുരസ്കാര ജേതാവ് മിനിയെ ഫാമിംഗ് കോർഡിനേറ്ററായി നിയമിച്ചതായും സ്കൂൾ അധികൃതർ അറിയിച്ചു. കൊയ്ത്തുത്സവത്തെപ്പറ്റി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ഷംസു സമാൻ പറയുന്നു. ഇതുവരെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 100ഓളം കിലോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സീസൺ കഴിയുന്നതോടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 1500 കിലോയിൽ കൂടുതലാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ ഗ്രീൻ ഹൗസിലുള്ള വിളവും കൂടെ കൂടും. നാട്ടിലുള്ള കുട്ടികളെക്കാൾ കൃഷിയിടത്തിലിറങ്ങാനുള്ള അവസരം ഇവിടുത്തെ കുട്ടികൾ ആസ്വദിക്കുന്നതായി ഫാമിംഗ് കോർഡിനേറ്റർ മിനി പറഞ്ഞു. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ട്. കാരണം മരുഭൂമിയാണ്. അപ്പോൾ അവർ ആ മണ്ണുമായിട്ട്, ഫ്ലാറ്റിലാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ താമസിക്കുന്നത്. അപ്പോൾ ഈ മണ്ണുമായിട്ട് ഒരു ബന്ധം, മണ്ണിലിറങ്ങാനും അവർ ആ ഉള്ള ഇൻട്രസ്റ്റ് ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഇവിടെ വിളവെന്ന് പറഞ്ഞിട്ട് തക്കാളിയും വഴുതന ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. മുരിങ്ങക്കായ ആയാലും ധാരാളം ഉണ്ടാകുന്ന ഏരിയയാണ് നമ്മുടെ ഇത്. മണ്ണിനിവിടെ മിക്സ് ചെയ്യുന്നത് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ചകിരിച്ചോറ് മിക്സ് ചെയ്താണ് ഞങ്ങൾ നിറയ്ക്കുന്നത്. ക്യാമ്പസിലെ തുറന്നിടങ്ങളിൽ മാത്രമല്ല സജ്ജീകരിച്ച ഗ്രീൻ ഹൗസിലും ടെറസിലും 1 ഏക്കറിലധികം സ്ഥലത്ത് സ്കൂൾ അധികൃതർ കൃഷി നടത്തുന്നുണ്ട്. തക്കാളി, പപ്പായ, കാരറ്റ്, വെണ്ട, ചീര, മുരിങ്ങ, ഇലവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങളായ ലക്ഷ്മി താരു, നോനി തുടങ്ങിയവടക്കമുള്ളവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൊയ്ത്തിനു ശേഷം പച്ചക്കറികളും ഫലങ്ങളും വിറ്റ് കിട്ടുന്ന പണം വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമിക് ഡയറക്ടർ CT ആദിൽ, അക്കാദമിക് ഡീൻ വസീം യൂസുഫ് ഭട്ട്, സ്കൂൾ പ്രിൻസിപ്പൽ സഞ്ജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, അജ്മാൻ.